എല്ലാവർക്കും വീടും സ്ഥലവും എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ പാർപ്പിട പദ്ധതിക്ക് 4 കോടി രൂപ നീക്കിവെച്ച് വാളകം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കും ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും തുക നീക്കിവെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീടും സ്ഥലവും എന്ന ലക്ഷ്യം കൈവരിക്കാൻ പാർപ്പിട പദ്ധതിക്കായി 4 കോടി രൂപയാണ് വാളകം പഞ്ചായത്ത് ബജറ്റിൽ നീക്കിവെച്ചത്. വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ അവതരിപ്പിച്ച ബജറ്റ് 24,27,45,721 രൂപ വരവും 24,06,27,960 രൂപ ചെലവും 21,17,761 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ്. കാർഷിക ഗ്രാമമായ വാളകത്തിന്റെ കൃഷി, മൃഗസംരക്ഷണ മേഖലകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കർഷകരെ സഹായിക്കുന്നതിന് 70 ലക്ഷമാണ് വകയിരുത്തിയത്. നെൽകൃഷി, സമഗ്ര പുരയിട കൃഷി, കറവപ്പശു വിതരണം, ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി, മുട്ടക്കോഴി വിതരണം തുടങ്ങിയ ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകുന്ന പദ്ധതികൾ ബജറ്റിലുണ്ട്. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ ധനസഹായം 5 ലക്ഷവും പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ CCTV സ്ഥാപിക്കുന്നതിന് 8 ലക്ഷവുമടക്കം സേവന മേഖലയിൽ 5,48 ലക്ഷമാണ് നീക്കിവെച്ചത്. ഗ്രാമീണ റോഡുകൾ, അംഗൻവാടി അറ്റകുറ്റപ്പണി, സ്കൂൾ ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയടക്കം പശ്ചാത്തല മേഖലയിൽ 3,46 ലക്ഷവും നീക്കിവെച്ചു. വിദ്യാഭ്യാസം, യുവജനക്ഷേമം എന്നിവയ്ക്ക് 40 ലക്ഷവും ആരോഗ്യമേഖലയ്ക്ക് 37 ലക്ഷവും വയോജനങ്ങൾക്ക് 9 ലക്ഷവും അംഗൻവാടി പോഷകാഹാര വിതരണത്തിന് 17 ലക്ഷവും വകയിരുത്തി. ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവരുടെ ക്ഷേമത്തിന് 24 ലക്ഷവും പട്ടികജാതി ക്ഷേമത്തിന് 22.5 ലക്ഷവും നീക്കിവെച്ചു. ബജറ്റ് അവതരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.